നമസ്തേ. പരിഹസിക്കുന്നവരോട് തമാശയ്ക്ക് നിൽക്കേണ്ട സമയമല്ലത്. ചരിത്രം മറന്നവൻ ചരിത്രം ആവർത്തിക്കും. 1990 ഓഗസ്റ്റ് 2 കുവൈറ്റ് കത്തിയ ദിവസം മറക്കരുത്. സദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചു. 7 മണിക്കൂർ കൊണ്ട് രാജ്യം വീണു. അന്ന് 1.7 ലക്ഷം ഇന്ത്യക്കാർ ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥിയായി. ബാങ്ക് പൂട്ടി, ശമ്പളം നിന്നു, വീട് ബോംബിട്ട് തകർത്തു, പാസ്പോർട്ട് കത്തിച്ചു. ഇന്ത്യ നടത്തി ലോകത്തിലെ ഏറ്റവും വലിയ എയർലിഫ്റ്റ്. 59 ദിവസം, 488 വിമാനം, 1,11,711 പേരെ രക്ഷിച്ചു. ഗിന്നസ് റെക്കോർഡ്. പക്ഷേ അതിന് ഇന്ത്യയുടെ ഖജനാവ് കാലിയായി. 1991 സ്വർണം ലണ്ടനിൽ പണയം വെക്കേണ്ടി വന്നു. ഇന്ന് ഇസ്രയേൽ ഇറാൻ യുദ്ധം മൂർച്ഛിച്ചാൽ കുവൈറ്റ് മാത്രമല്ല, UAE, സൗദി, ഖത്തർ, ബഹ്റിൻ കത്തും. അവിടെ 90 ലക്ഷം ഇന്ത്യക്കാർ. 1990 1.7 ലക്ഷം ആളെ കൊണ്ടുവരാൻ 2 മാസം വേണ്ടി വന്നു. 90 ലക്ഷം പേരെ. ദുബായ് എയർപോർട്ടിൽ ഒന്ന് ബോംബ് വീണാൽ കേരളം മുഴുവൻ തെരുവിലാകും. ഇന്ത്യയുടെ 65% ക്രൂഡ് ഓയിൽ വരുന്നത് ഗൾഫിൽ നിന്നാണ്. ഹോർമസ് കടലിടുക്ക് അടഞ്ഞാൽ ലോകത്തിലെ 20% എണ്ണ വിതരണം നിലയ്ക്കും. 1990 ക്രൂഡ് $15 നിന്ന് $41. പെട്രോൾ ക്ഷാമം, പവർ കട്ട്, ബസ് നിർത്തി, ഫാക്ടറി പൂട്ടി. 2026 ക്രൂഡ് $150 കടന്നാൽ പെട്രോളിന് 200 ആകും, ഡീസൽ 180, പാചകവാതകം 2500, സവാള 200. ഒരാഴ്ച കൊണ്ട് പമ്പ് ഡ്രൈ ആകും. അന്ന് കാളവണ്ടി യുഗം തിരിച്ചു വരും. മോദി മിതത്വം പറയുന്നത് ഉപദേശമല്ല, മുന്നറിയിപ്പാണ്. മോദി വിദേശത്ത് പോകുന്നതും നീ പോകുന്നതും ഒന്നാണോ? അഗ്നിശമന സേനാ മേധാവി തീ കെടുത്താൻ പോകുന്നത് പോലെയാണ് മോദിയുടെ യാത്ര. സൗദിയിൽ പോയി എണ്ണ കരാർ, അമേരിക്കയിൽ പോയി $50 ബില്യൺ നിക്ഷേപം, ഇസ്രയേലിൽ പോയി ഡ്രോൺ റഫാൽ ഡീൽ, ഗൾഫിൽ പോയി 90 ലക്ഷം പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കൽ. മോദി ഒരു ദിവസം പോയാൽ 1 ലക്ഷം കോടിയുടെ നേട്ടം രാജ്യത്തിന്. നീ ബാങ്കോക്ക് പോയാൽ 1 ലക്ഷം രൂപയുടെ ഡോളർ ചോർച്ചയും. അദ്ദേഹം ബുർജ് ഖലീഫ കാണാനല്ല, ബാറൽ എണ്ണ ഉറപ്പാക്കാനാണ് പോകുന്നത്. നമ്മൾ യാത്ര നിയന്ത്രിക്കണം. 1 കോടി ഇന്ത്യക്കാർ ടൂറ് പോയാൽ 2 ലക്ഷം കോടി രൂപ ഡോളറാക്കി വിദേശത്തേക്ക് പോകും. യുദ്ധം വന്ന് ഡോളർ 90 ആകുമ്പോൾ ഇത് ആത്മഹത്യയാണ്. കോവിഡിൽ ഗോവയ്ക്ക് പോകണമെന്ന് വാശി പിടിച്ചവർ പിന്നെ വന്ദേ ഭാരത് മിഷൻ വിമാനത്തിന് ക്യൂ നിന്നു. രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പിക്നിക് അല്ല, പോളിസിയാണ് വേണ്ടത്. മോദി വിരോധം വെച്ച് മണ്ടത്തരം പറയരുത്. യുദ്ധം ജയിക്കാൻ ടൂറിസ്റ്റ് അല്ല, ടാക്ടീഷ്യനാണ് വേണ്ടത്. ഇന്ത്യ വർഷം $50 ബില്യൺ സ്വർണം ഇറക്കുമതി ചെയ്യുന്നു. യുദ്ധം വന്നാൽ ഡോളർ 90 കടക്കും, രൂപയുടെ മൂല്യം തകരും. 1 വർഷം സ്വർണം വാങ്ങിയില്ല എങ്കിൽ 4 ലക്ഷം കോടി സേവ് ചെയ്യാം. അതുകൊണ്ട് യുദ്ധകാലത്ത് എണ്ണ വാങ്ങാം, സൈന്യത്തിന് ആയുധം വാങ്ങാം, പ്രവാസികളെ കൊണ്ടുവരാം. കല്യാണത്തിന് സ്വർണം വാങ്ങി വെക്കുന്നത് രാജ്യത്തിന്റെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. അയൽ രാജ്യങ്ങളെ നോക്കൂ. പാകിസ്ഥാൻ പെട്രോൾ പമ്പിൽ 10 കിലോമീറ്റർ ക്യൂ, 18 മണിക്കൂർ പവർ കട്ട്. ശ്രീലങ്ക എണ്ണയില്ല, മരുന്നില്ല, പേപ്പറില്ല, രാജ്യം പാപ്പരായി. ബംഗ്ലാദേശ് ഡോളർ ഇല്ലാതെ ഫാക്ടറികൾ അടച്ചു. ഇവർക്കൊന്നും മോദിയെ പോലെ മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുക്കുന്ന നേതാവ് ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ നിന്ന് വർഷം 1.2 ലക്ഷം കോടി രൂപ ഇന്ത്യയിലേക്ക് വരുന്നു. കേരളത്തിന്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ. യുദ്ധം വന്നാൽ ഈ ഓക്സിജൻ നിന്നാൽ കേരളം വെന്റിലേറ്ററിലാകും. ഇറാനിലെ ജബഹാർ തുറമുഖം ഇന്ത്യയുടെ 10 കോടിയുടെ നിക്ഷേപമാണ്. യുദ്ധം വന്നാൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള നമ്മുടെ ഒരേ ഒരു വഴി അടയ്ക്കും. പാകിസ്ഥാനെ മറികടന്ന് മധ്യ ഏഷ്യയിലേക്ക് കയറാനുള്ള ഗേറ്റും പൂട്ടും. ഇന്ത്യയുടെ 70% ഡ്രോണും ആയുധം ഇറക്കുമതിയും ഇസ്രയേലിൽ നിന്നാണ്. യുദ്ധം നീണ്ടാൽ ചൈന പാക് അതിർത്തിയിൽ നമ്മുടെ സൈന്യം അന്ധരാകും. മോദി സംയമനം പറയുന്നത് സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ കൂടിയാണ്. ഇനി നിയന്ത്രണം എന്തിനെന്ന് നോക്കാം. ഇന്ധനം കുറയ്ക്കുക, എണ്ണ സ്റ്റോക്ക് കൂട്ടുവാൻ, യുദ്ധം വന്നാൽ 6 മാസം പിടിച്ചു നിൽക്കാൻ. മെട്രോ, WFH ഒരു ദിവസം 2 കോടി ലിറ്റർ എണ്ണ ലാഭം, 1 വർഷം 730 കോടി ലിറ്റർ. സ്വർണം ഒഴിവാക്കുക, ഡോളർ സേവ് ചെയ്യുക, രൂപയെ രക്ഷിക്കുക. വ്യാജ വാർത്ത പരത്തരുത്. മോദി സ്വർണം പിടിച്ചെടുക്കുമെന്നത് പച്ചക്കള്ളമാണ്. സാമൂഹിക കലാപം ഉണ്ടാക്കരുത്. ഇത് കോവിഡ് ലോക്ക്ഡൌൺ അല്ല, സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക് ആണ്. രാജ്യത്തെ രക്ഷിക്കാൻ. പരിഹാസ ടീമിനോട് കോവിഡിൽ ദീപം തെളിയിക്കാൻ പറഞ്ഞപ്പോൾ കളിയാക്കി, പിന്നെ ഓക്സിജന് ക്യൂ നിന്നു. 1990 നിങ്ങളുടെ കുടുംബക്കാർ കുവൈറ്റിൽ കുടുങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുമായിരുന്നോ?
കോവിഡ് കാലത്ത് വന്ദേ ഭാരത് മിഷൻ വിമാനത്തിൽ ജീവനും കൊണ്ടുവന്ന നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്ക്, മുൻകരുതൽ എന്താണെന്ന്. മോദി ജോത്സ്യനല്ല, പ്രധാനമന്ത്രിയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് വായിക്കുന്ന ആളാണ്. അപകടം വരും മുൻപ് മുന്നറിയിപ്പ് തരുന്നത് ഭീരുവിന്റെ ലക്ഷണമല്ല, രക്ഷകന്റെ ലക്ഷണമാണ്. 1990-ൽ VP സിംഗ് PM ആയിരുന്നപ്പോൾ കോൺഗ്രസുകാർ പോലും കൂടെ നിന്നു. കാരണം വിഷയം രാഷ്ട്രീയമല്ല, രാഷ്ട്രമായിരുന്നു. ഇന്ന് മോദി വിരോധം മാറ്റിവെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കാണും. രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ രാഷ്ട്രീയം കളിക്കുന്നവർ രാജ്യദ്രോഹിയാണ്. ചരിത്രം മറക്കുന്നവർ ചരിത്രം ആവർത്തിക്കും. കുവൈറ്റ് ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ, മറക്കരുത്.